നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പലതര ദുഃഖങ്ങൾ, വിഷമങ്ങൾ ഇവയൊക്കെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. മനുഷ്യനായി ജന്മം കൊണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദുഃഖങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകേണ്ടതായിട്ട് വരും. അതായത് മനുഷ്യന് ഓരോ ജന്മത്തിനും ഓരോ കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ പൂർത്തീകരിക്കുന്നതുവരെ അവൻ കടന്നു പോകേണ്ടത് വ്യത്യസ്തപരമായ സാഹചര്യങ്ങളിൽ കൂടി ആയിരിക്കും. അങ്ങനെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നല്ല കാര്യങ്ങൾ നടക്കും, ചിലപ്പോൾ മോശപ്പെട്ട കാര്യങ്ങളും നടക്കും. നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, എന്തും നടക്കാം. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എപ്പോഴും ജീവിതം മുന്നോട്ട് പോവുകയില്ല. നമ്മളെപ്പോഴും എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്? നല്ലത് നടക്കാൻ, എനിക്ക് സന്തോഷമുണ്ടാവുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും നമ്മളുടെ സന്തോഷത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ലഭിക്കും. ഈ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചിന്തിക്കുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടണേ എന്ന് ചിന്തിക്കുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഇത് നടക്കണമെന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എപ്പോഴും മുന്നോട്ട് പോകില്ല. ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പോകാത്തതാണ് നല്ലത് എന്ന് മനസ്സിലാക്കുക, അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ചില ആളുകളുടെ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒരേ തരത്തിലുള്ള പ്രോബ്ലം അവരുടെ ജീവിതത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതായത് കടമുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ലൂപ്പിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് അടിക്കടി അതേ പ്രശ്നം അവരുടെ ജീവിതത്തിലേക്ക് വീണ്ടും 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 ആകർഷിക്കുന്നതായി കാണാം. ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഭാഗത്തു നിന്നും ഒരു കറക്ഷൻ ആവശ്യമാണ്. റിപ്പീറ്റഡ് ആയിട്ട്, അതായത് ഒരേ പാറ്റേണിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുക. എന്തോ ഒരു കാര്യം നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം, അതായത് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എപ്പോഴും എൻ്റെ ജീവിതം മുന്നോട്ട് പോകില്ല എന്ന ഒരു സത്യം, വളരെ വലിയ ഒരു സത്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ചില കാര്യങ്ങളൊക്കെ മോശമായി സംഭവിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ സംഭവിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയും വേണ്ട. ചില കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കാം നടക്കേണ്ടത് എന്ന ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക. ഇനി പാറ്റേണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അതായത് ചില പാറ്റേണുകൾ നിരന്തരം ആവർത്തിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നിങ്ങളുടെ ഓറ എന്താണെന്ന് അറിയാമല്ലോ. നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും കാണുന്ന ഒരു വലയമാണ്. ഇത് ഒരു ബ്ലോക്ക് ആക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ സെയിം പാറ്റേണിലുള്ള പ്രശ്നങ്ങൾ ആവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വലയം ക്ലിയർ ചെയ്യണം. എങ്ങനെ ക്ലിയർ ചെയ്യാം? അതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം, നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ അല്പം ഉപ്പ് ചേർത്ത് കുളിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ കുളിച്ചാൽ മാത്രം പോരാ. ഈ വെള്ളം ഉപയോഗിച്ച് കുളിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ കൂടി പറയണം, എൻ്റേതല്ലാത്ത എല്ലാ ഊർജത്തെയും ഞാൻ റിലീസ് ചെയ്യുന്നു എന്ന് 3 പ്രാവശ്യം പറയുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഭാവലയത്തെ കൂടുതൽ ക്ലിയർ ആക്കി വെക്കാൻ സാധിക്കും. മറ്റ് ഒരു കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ള വ്യക്തികളെ കുറിച്ച് നെഗറ്റീവ് ചിന്തിക്കുക, നെഗറ്റീവ് പറയുക. ഈ 2 കാര്യങ്ങൾ ചെയ്യുന്നത് മൂലം നിങ്ങളുടെ ഓറ ഭയങ്കരമായിട്ട് മാലിന്യപ്പെട്ടു, അല്ലെങ്കിൽ ഓറ ഭയങ്കര ഡേർട്ടി ആയിട്ട് മാറും, ഒട്ടും ക്ലിയർ അല്ലാത്തതായി മാറും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന കാര്യങ്ങളെയെല്ലാം ബ്ലോക്ക് ചെയ്ത് ഒരേ തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും തന്നുകൊണ്ടേയിരിക്കും. അതായത് മറ്റുള്ള ആ വ്യക്തികളുടെ ജീവിതത്തെക്കുറിച്ച് കമൻറ്റ് പറയുക. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആരെക്കുറിച്ചും കുറ്റം പറയാത്ത, അല്ലെങ്കിൽ ആരെക്കുറിച്ചും നെഗറ്റീവ് ചിന്തിക്കാത്തവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പം ഈ ഒരു ശീലം നിങ്ങളുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓറ കൂടുതൽ ക്ലിയർ ആക്കി വെക്കാൻ സാധിക്കും. ഓറ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ഒരേ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാതിരിക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എപ്പോഴെങ്കിലും മറ്റൊരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും മറ്റൊരു വ്യക്തിയുടെ നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി മാത്രമേ സംസാരിക്കാവൂ. അല്ലെങ്കിൽ അയാളെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഒരിക്കലും തുനിയരുത്. അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ വായിൽ നിന്നും
മറ്റൊരാളെ കുറിച്ച് ഒരു മോശമായ വീടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ക്യാൻസൽ 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 എന്ന് പറയുക. അങ്ങനെ ചെയ്യുന്നത് മൂലം നിങ്ങൾ പറഞ്ഞ കാര്യം ക്യാൻസലായി യൂണിവേഴ്സ് ആ ഒരു സാധനം നിങ്ങളിൽ നിന്ന് ക്ഷമിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ ഓറ എപ്പോഴും ക്ലിയർ ആക്കി വെക്കാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ല കാര്യങ്ങളെ ആകർഷിക്കാനും വേദനകളും വിഷമങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനും നിങ്ങളെ സഹായിക്കും.